കടന്നു വന്ന സ്ഥലമെന്ന്. അതിനുശേഷം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാതാവിനെ ഇന്ന് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന്. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രശ്നത്തിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് ആദ്യം പറയാം. അത് ആ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ആ ആരോപണം നിലനിൽക്കുന്നത് എൻ്റെ ഭാവിയെ ബാധിക്കുന്ന വളരെ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് സംസാരിക്കാനായിട്ട് പല ആവർത്തി പല മീറ്റിങ്ങുകൾക്കും വിളിച്ചിട്ട് അവർ ആദ്യം നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരും, പിന്നീട് അത് മാറ്റിക്കളയും, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. ആ സമയത്ത് മുഴുവൻ ഞാൻ ഈ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം കൃത്യമായിട്ട് പാലിച്ച് അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 2024 മെയ് മാസം 2-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നിട്ട് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ നിന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയി തൈലവും ഇതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥന തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. അതിനുശേഷം ഒരു ധ്യാനത്തിൽ, ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുകയാണ്, മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പലരുടെയും നിയോഗങ്ങൾ ഇപ്പോൾ മാതാവ് കണക്കിലെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ. ഈ ഹോസ്പിറ്റലിലെ അധികാരികൾ എന്നെയും എൻ്റെ വികാരിയച്ഛനെയും ബാക്കി വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു ആരോപണം ഇല്ല. ഈ ആരോപണം പോലും ആരും ഉന്നയിച്ചിട്ടില്ല എന്നാ പറയുക. അത് തേച്ച് മാച്ച് കളഞ്ഞു. അത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഈ ആരോപണത്തെക്കുറിച്ച് വലിയ പേടിയോ ഭയമോ ഒന്നുമില്ല. കാരണം മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മാതാവ് വന്ന് അനുഗ്രഹിച്ചതോടുകൂടി പിന്നെ ഞാൻ ഈശോയുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ജീവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാത്തിനും റെഡിയായി. അപ്പോൾ ഈ ആരോപണം കടന്നു വരുന്നത് ഏകദേശം ഹോളി വീക്കിൻ്റെ സമയത്താണ്. അതായത് നമ്മളുടെ പാൽം സൺഡേ വെച്ച് കഴിഞ്ഞാൽ ഓശാന ഞായറാഴ്ച തുടങ്ങിയുള്ള ആഴ്ചയിലാണ് ഈ ആരോപണം വരുന്നത്. അപ്പോൾ എനിക്കതൊരു ശരിക്ക് ഒരു ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഈശോ എനിക്ക് തന്നതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ജോസഫച്ചൻ പറയുന്ന പോലെ വില കൊടുപ്പിച്ചതാണ് എന്നെക്കൊണ്ട്. ഈശോയുടെ കൃപകൾ തരാനായിട്ടുള്ള വില കൊടുക്കാനായിട്ട് ഈ അനുഭവത്തിലൂടെ ഈശോ എന്നെ ഒരുക്കി.